എപ്പിസോഡ് തുറക്കുന്നതിന് കാണിക്കുന്നത് സോൾ റിപ്പേഴ്സിന്റെ ഗ്രൂപ്പാണ്. അതിനു വേണ്ടിയുള്ള പ്ലാനിങ്സ് ഒക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റാങ്കിക്കുവാണെങ്കിൽ വാറിനെ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കാതെ ക്യാപ്റ്റൻ തോഷിറോനോട് ഇവിടെ നിന്ന് പോകുവാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. എന്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്ന സമയത്ത് ഷോപ്പിങ്ങിന് വേണ്ടിയാണ് നമ്മുടെ റാങ്കിക്ക് പോയിരിക്കുന്നത്. സമയത്തായിരുന്നു ഫോണിലേക്ക് കുറച്ചധികം നോട്ടിഫിക്കേഷൻസ് വരുന്നത്. സോ അന്നേരം തന്നെ നമ്മുടെ റാങ്കിക്ക് ഒരുപാടധികം വിഷമിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ റാങ്കിക്കുവിന് ഇപ്പോൾ ഇവിടെ നിൽക്കാൻ വേണ്ടി സാധിക്കത്തില്ല, കാരണം ടൗണിൽ ഹോളോസ് വന്നിരിക്കുന്നു. ഇവിടെ തന്നെ നമ്മുടെ റാങ്കിക്ക് നേരെ പോയിട്ട് ആ ഹോളോനെ ഹണ്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഹോളോ ആണെങ്കിൽ ഒരു കുട്ടിയുടെ പുറകെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. റാങ്കിക്ക് ആണെങ്കിൽ ആ ഹോളോനെ തടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ആ കുട്ടിയാണെങ്കിൽ എന്നെ ഒന്ന് വന്ന് അടിക്കടാ, എന്നെ ഒന്ന് അടിച്ച് നോക്കടാ, ഒന്ന് വന്ന് ഇടിച്ച് കാണിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹോളോനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഹോളോന്റെ അടുത്തേക്ക് ആ കുട്ടി പോവുകയാണ്. വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ റാങ്കിക്ക് ആണെങ്കിൽ ആ കുട്ടീനെ വലുതായിട്ട് മൈൻഡ് ചെയ്യാതെ നേരെ പോയിട്ട് ആ ഹോളോനെ ആക്രമിക്കുകയാണ്. വെച്ചിട്ട് റാങ്കിക്കു ആ ഹോളോനെ ആഞ്ഞു വെട്ടാനാണ് ശ്രമിച്ചത്. വളരെയധികം ഈസി ആയിട്ട് തന്നെ റാങ്കിക്കുവിന്റെ ആ സമ്പത്തും ആണെങ്കിൽ കടിച്ചു പിടിക്കുകയാണ്. എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നമ്മുടെ റാങ്കിക്കുവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. റാങ്കിക്കു ഒന്നുകൂടെ നോക്കുന്ന സമയത്ത് ഇത് നോർമൽ ഹോളോ അല്ല, നോർമൽ ഹോളോ എന്ന് പറഞ്ഞിട്ട് അതൊരു അലങ്കാറായിരുന്നു. കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ റാങ്കിക്ക് ഒരുപാടധികം സീരിയസ് ആകുകയാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ അലങ്കാർസ് ഒരുപാടധികം പവർഫുൾ ആണ്. റാങ്കിക്കുവിനെ ആക്രമിക്കാൻ വിട്ടിട്ട് ആ കുട്ടീനെ ആക്രമിക്കാൻ പോകുകയാണെന്ന് മനസ്സിലാക്കി നമ്മുടെ റാങ്കിക്ക് ആ കുട്ടീനെ അവിടെ നിന്ന് എടുത്തുകയാണ്. ഹോളോ ഇപ്പൊ റാങ്കിക്കുവിനെ അടിക്കൂടാന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇക്കാക്കു അങ്ങോട്ട് വരുന്നത്. ഇക്കാക്കു വന്നോട് തന്നെ ഒറ്റ അടിക്ക് തന്നെ ആ അലങ്കാരനെ മൊത്തത്തിൽ തന്നെ നമ്മുടെ ഇക്കാക്കു ഇല്ലാതാക്കി കളയുകയാണ്. സമയത്ത് തന്നെ ബാക്കിയുള്ള സോൾ റിപ്പേഴ്സ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. വീക്കായിട്ടുള്ള അലങ്കാരസിനെ എന്തുകൊണ്ടായിരിക്കും ഹ്യൂമൻ വേൾഡിലേക്ക് വിട്ടിട്ടുള്ളത്? സോ നമ്മുടെ തോഷിറോ ഗസ് ചെയ്യുകയാണ്. ലോ ക്ലാസ് അലങ്കാരസിനെ മൊത്തത്തിനെയും ഹ്യൂമൻ വേൾഡിലേക്ക് വിട്ടിട്ട് നമ്മളെ ബിസി ആക്കാൻ വേണ്ടിയാണ് അവൻ ശ്രമിക്കുന്നത്. വാറിന് വേണ്ടി പ്രിപ്പയർ ആവാൻ പറ്റത്തില്ലല്ലോ, അതാണ് അവന്റെ. മാത്രമല്ല ഈ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ സോൾ സൊസൈറ്റിനെ ഇൻഫോമും ചെയ്യണം. ആ കുട്ടീനെ കൊണ്ടും കൂടാണ് സോൾ റിപ്പേഴ്സ് വീട്ടിലേക്ക് വരുന്നത്. സോ ഈ കുട്ടിയുടെ സ്വഭാവം ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവമാണ്. അവർ ഈ സോൾ റിപ്പേഴ്സുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നില്ല. ഒരു വിയേർഡായിട്ടുള്ളൊരു സ്വഭാവമാണ് ആ കുട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം. സോൾ റിപ്പേഴ്സ് എല്ലാവരും രാത്രി കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ കുട്ടി മാത്രം ഉറങ്ങിയിട്ടില്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന റാങ്കിക്യുവിന്റെ സമ്പത്തും എടുത്തിട്ട് അവിടെ നിന്ന് വെളിയിലേക്ക് ഓടി പോവുകയാണെന്ന് ചോദിച്ചാൽ ഹോളോസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് കുട്ടി സമ്പത്തും എടുത്തുകൊണ്ട് വെളിയിലേക്ക് ഓടുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടീനെ നമ്മുടെ റാങ്കിക്ക് പിടിക്കുകയാണ്. കുട്ടി രാത്രിയിൽ എന്താണ് ഇവിടെ പരിപാടി എന്ന് നമ്മുടെ റാങ്കിക്ക് അവനോട് ചോദിക്കുന്നു. നീ ഇങ്ങനെ ചെയ്യൂടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റാങ്കിക്ക് അവന്റെ അടുത്ത് വന്നിട്ട് അവന്റെ കവള് പിടിച്ച് വലിക്കുകയാണ്. ഇതായപ്പം ആ കുട്ടിക്ക് ഒരുപാടധികം വിഷമം വരികയാണ്. എന്നാൽ ഇവരിങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഒരു അലങ്കാരന്റെ സ്പിരിച്വൽ പ്രഷർ നമ്മുടെ റാങ്കിക്ക് ഒന്ന് സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. കാണുന്ന സമയത്ത് തന്നെ നമ്മുടെ റാങ്കിക്ക് ഒന്ന് ഞെട്ടുന്നുണ്ട്. അലങ്കാരാണെങ്കിൽ ഒരാളുടെ സോള് വലിച്ചു കയറ്റാൻ നേരത്ത് തന്നെ ആ അലങ്കാർ ഒരുപാടധികം സ്ട്രോങ് ആവുന്നു. സോ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ റാങ്കിക്കുവിന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതുമാത്രമല്ല നമ്മുടെ റാങ്കിക്കു ആ അലങ്കാരമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സീരിയസ് ആവുകയും കൂടെ. ആ അലങ്കാരാണെങ്കിൽ നമ്മുടെ റാങ്കിക്കിന്റെ മേലെ ആക്രമിക്കാൻ പോകുന്ന സമയത്തായിരുന്നു താരെ നിന്നിരുന്ന ആ കുട്ടിയാണെങ്കിൽ തറയിൽ കിടന്ന ഒരുപാടധികം കല്ല് ആ അലങ്കാരനെ നേരെ എടുത്തെറിയുന്നത്. തന്നെ ആക്രമിക്കാൻ അത്ര ധൈര്യമായോ എന്ന് പറഞ്ഞുകൊണ്ട് ആ അലങ്കാരാണെങ്കിൽ തന്റെ ഒരു അറ്റാക്ക് ആ കുട്ടിയുടെ നേരെ വിടുകയാണ്. പെട്ടെന്ന് വന്നാൽ നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ ആ കുട്ടീനെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. ആ കുട്ടീനെ സേഫ് ആയിട്ടൊരു സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് ആ അലങ്കാരമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ അലങ്കാർ പറയുകയാണ്, നിങ്ങൾക്ക് എന്നെ സിമ്പിളായിട്ട് തോൽപ്പിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒരു ആർമി തന്നെ നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. നോക്കുന്ന സമയത്ത് ആ അലങ്കാറിന്റെ ഒരുപാടധികം ആർമി തന്നെ അങ്ങോട്ട് വരികയാണ്. കാണുന്ന സമയത്ത് ബാക്കിയുള്ള സോൾ റിപ്പേഴ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ പേടിക്കുന്നുണ്ട്. സോ അതേ സമയത്ത് തന്നെ ആ ഹോളോ പറയുകയാണ്, ഇതൊന്നും ശരിക്കുള്ളതല്ല, ഇത് മുഴുവനും എൻ്റെ ക്ലോൺസ് ആണ്. സോ ഇത് കേൾക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാക്കുകയാണ് ഇത് അലങ്കാർസിന്റെ ക്ലോൺസ് ആണെന്നുള്ള ഒരു കാര്യം. അലങ്കാർസിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ക്ലോൺസിനെ എല്ലാത്തിനെയും ഇല്ലാതാക്കിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ ആ ക്ലോൺസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. തോഷിറോന്റെ അടുത്ത് വരുന്ന ഓരോ അലങ്കാർ ക്ലോൺസിനെയും വളരെയധികം ഈസിയായിട്ട് തന്നെ നമ്മുടെ തോഷിറോ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ റാങ്കിക്കുവിൻ്റെ ഈ കുട്ടി ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് ഫുൾ പവർ എടുത്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഇതേ സമയത്ത് തന്നെ റാങ്കിക്കുവിനെയും അതുപോലെ തന്നെ ആ കുട്ടീനെയും ഒരുപാടധികം ഹോളോസ് വന്ന് വളയുകയാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ വന്നിട്ട് അവൻ്റെ ഒരു അറ്റാക്ക് യൂസ് ചെയ്തിട്ട് ആ ഹോളോസിനെ മുഴുവനായിട്ടും തന്നെ ഒറ്റ അടിക്ക് തന്നെ ഇല്ലാതാക്കുകയാണ്. സമയത്ത് തന്നെ അവിടെ ഒരു കുട്ടി ഇരിപ്പുണ്ടായിരുന്നു. ആ
ചെറുക്കന്റെ പേര് ഷോട്ട എന്നും അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ പേര് യൂരി എന്നുമാണ്. ഷോട്ട യൂരിനെ കണ്ടതുകൊണ്ട് തന്നെ ഒരുപാടധികം വിഷമിച്ചിരിക്കുകയാണ്. കാരണം സോളിനെ ഇവർക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. നമ്മുടെ യൂരിനെ കൊണ്ടും അതുപോലെ തന്നെ ഷോട്ടേനെ കൊണ്ടും ബാക്കിയുള്ള സോൾ റിപ്പേഴ്സ് ആണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വരികയാണ്. അവർക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് കൊടുക്കുക സമയത്ത് തന്നെ അവർ സോൾ സൊസൈറ്റിനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തന്ന റിപ്പോർട്ട് അനുസരിച്ച് ലാസ്റ്റ് നിങ്ങൾ ഫൈറ്റ് ചെയ്ത ആ അലങ്കാർ മുഴുവനായിട്ട് ഡിസ്ട്രോയ് എന്ന് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ആ അലങ്കാരത്തിന്റെ എബിലിറ്റി തന്നെ ക്ലോണിങ് ആണ്. അതുകൊണ്ട് തന്നെ ആ അലങ്കാർ എവിടെയെങ്കിലും ഒരു ക്ലോൺ ആയിട്ട് മാറിയിട്ട് റിയൽ ബോഡി ഒളിപ്പിച്ച് വെച്ചിട്ട് ആ അലങ്കാർ ഇപ്പോഴും ജീവനോടുണ്ടായിരിക്കും. ഇതിന്റെ റിയൽ ബോഡി ഡിസ്ട്രോയ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ അലങ്കാരിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ആ അലങ്കാർ ഇപ്പോഴും ജീവനോടുണ്ടായിരിക്കും. സോ ഇത് കേൾക്കുന്ന സമയത്ത് ബാക്കിയുള്ള സോൾ റിപ്പേഴ്സ് നല്ല രീതിയിൽ തന്നെ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇത്രയധികം ഫൈറ്റ് ചെയ്തിട്ടും ആ ഹോളിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. നമ്മുടെ റാങ്കിക്ക് റൂമിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് അവിടെ 2 കുട്ടികളുമില്ല. ഷോട്ട ഓടിപ്പോകുന്നത് നമ്മുടെ റാങ്കിക്ക് കാണുന്നു. സോ ഷോട്ടയുടെ പുറകെ ഓടിപ്പോകുന്ന സമയത്ത് ആടിക്കൊണ്ടിരുന്ന അവന്റെ സിസ്റ്ററിന്റെ അടുത്തേക്കായിരുന്നു അവൻ പൊക്കോണ്ടിരുന്നത്. സോ അവിടെ റാങ്കിക്കും വന്നിരിക്കുന്നു. ഒരുപാടത്തേക്ക് വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഷോട്ടയും അതുപോലെ തന്നെ അവന്റെ സിസ്റ്ററും സിറ്റൊക്കെ കറങ്ങാറിരുന്നുണ്ട് വളരെയധികം സന്തോഷം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. അതിൽ അവരുടെ ഫാമിലിയും അതുപോലെ തന്നെ അവർ മരിച്ചു പോവുകയാണ്. പേരൻസിന്റെ സോളിനെ ഇവർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങി. പാർക്കിലിരിക്കുന്ന സമയത്തായിരുന്നു ഒരു ഹോളോ വന്നിട്ട് നമ്മുടെ ഷോട്ടയുടെ സിസ്റ്ററിനെ വന്ന് ആക്രമിക്കുന്നത്. സോ നമ്മുടെ ഷോട്ടയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. നമ്മുടെ ഷോട്ടയാണെങ്കിൽ അവന്റെ സിസ്റ്ററിനെ അവിടെ കൊണ്ട് വിട്ടിട്ട് അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷോട്ടയ്ക്ക് ഒരുപാടധികം വിഷമം വരികയാണ്. കാരണം തന്റെ സിസ്റ്ററിനെ ഡേഞ്ചറിൽ കൊണ്ടിട്ടിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. നമ്മുടെ റാങ്കിക്കുവാണെങ്കിൽ അവനെ സമാധാനപ്പെടുത്തിയിട്ട് അവിടെ ഇരുന്നിട്ട് ഒന്ന് ആലോചിക്കുന്നു. ഈ കുട്ടി അലങ്കാരിന്റെ അടുത്തല്ലായിരുന്നോ പെട്ടത്? എന്നിട്ട് എങ്ങനെയാണ് ആ അലങ്കാരിന്റെ കയ്യിൽ നിന്ന് ഈ കുട്ടി രക്ഷപ്പെട്ടത്? അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഈ കുട്ടിയും അതുപോലെ തന്നെ അലങ്കാരിച്ചും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ കാണും എന്ന് പറഞ്ഞിട്ട് ഇവരെ കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് വരുന്നു. ക്യാപ്റ്റൻ തോഷിറോ ആണെങ്കിൽ നമ്മുടെ സംബത്തുവിന്റെ പുറകുവശം യൂസ് ചെയ്തിട്ട് ഇവരെ സോൾ സൊസൈറ്റിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമല്ലോ. ഇവളുടെ മേലെ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ തോഷിറോ ശ്രമിക്കുകയാണ്. എന്നാൽ അവളുടെ തലയിൽ വെക്കുന്ന സമയത്ത് അവൾക്കൊന്നും സംഭവിക്കുന്നില്ല. അന്ന സമയത്ത് ബാക്കിയുള്ള സോൾ റിപ്പേഴ്സിന് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതുമാത്രമല്ല അവര് ഇത് സോൾ സൊസൈറ്റിനെ വിളിച്ച് അറിയിക്കുന്നുമുണ്ട്. സോൾ സൊസൈറ്റിയിലുള്ള സോൾ റിപ്പേഴ്സ് പറയുകയാണ് കുറിച്ച് നോക്കുന്ന സമയത്ത് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. ചിലപ്പോൾ ഈ കുട്ടീനെ ഒരു ഹോളോ മോൺസ്റ്റർ കൺട്രോൾ ചെയ്യുകയായിരിക്കും. എന്ത് ചെയ്യണമെന്ന് സോൾ സൊസൈറ്റിയിലുള്ള മെമ്പേഴ്സ് ഒന്നുകൂടി ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കാം എന്ന് അവർ പറയുന്നു. ആ കുട്ടീനെ ഒരു ബാരന്റെ അകത്തിൽ വെച്ച് കിടത്തി ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആ കുട്ടിയുടെ ചേട്ടൻ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും ആ ബാരറിൽ കൈവെക്കുന്ന സമയത്ത് ആ ബാരർ തന്നെ ഡിസ്ട്രോ ആയി പോവുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. മനസ്സിലാക്കിയ നമ്മുടെ റാങ്കിക്ക് വന്ന് ക്യാപ്റ്റൻ തോഷിറോനോട് പറയുന്നു. സോ നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ പറയുകയാണ് ചിലപ്പോൾ അവള് നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ ആ ഹോളിന്റെ ഒരു ക്ലോൺ ആയിരിക്കും. തന്നെ കെയർഫുൾ ആയിട്ടിരിക്കണം. നമ്മുടെ റാങ്കിക്ക് വിചാരിച്ചതുപോലെ തന്നെ ആ കുട്ടികളെ തപ്പി വന്ന് നോക്കുന്ന സമയത്ത് ആ കുട്ടികൾ പാർക്കിൽ നിൽപ്പുണ്ടായിരുന്നു. സോ നമ്മുടെ റാങ്കിക്കാണെങ്കിൽ സോട്ടനെ നമ്മുടെ റാങ്കിക്കോന്റെ അടുത്ത് വിളിക്കുന്നുണ്ടെങ്കിലും അവനാണെങ്കിൽ നമ്മുടെ റാങ്കിക്കോന്റെ അടുത്ത് പോകാൻ വേണ്ടി കൂട്ടാക്കുന്നില്ല. പെട്ടെന്ന് തന്നെയാണ് സിസ്റ്ററിന്റെ ബോഡിയിൽ നിന്ന് ഒരുപാടധികം സ്പിരിച്വൽ എനർജി റിലീസ് ആകുന്നത് അവർ ശ്രദ്ധിക്കുന്നത്. സോ ഇത് കാണുന്ന സമയത്ത് നമ്മുടെ റാങ്കിക്കോൻ ഇനി ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം മനസ്സിലാകുകയാണ്. ഈ സമയത്ത് അവരെ മുഴുവനായിട്ട് തന്നെ ക്ലോൺ ഹോളോസ് അവരുടെ മുഴുവനും ചുറ്റുകയാണ്. റാങ്കിക്ക് ഓടി വന്നിട്ട് സെത്തോനെ കവർ ചെയ്യുകയാണ്. തന്നെ ആ ഹോളോന്റെ റിയൽ ബോഡിയും അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് ഇവരെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് വന്ന നമ്മുടെ റാങ്കിക്കുവാണെങ്കിൽ ആ ആക്രമം ആ ഹോളോന്റെ കയ്യിൽ നിന്ന് തടുക്കുകയാണ്. ഹോളോ അല്ല കേട്ടോ, അതൊരു അലങ്കാരാണ്, അത് മറക്കരുത്. അധികം പവർഫുൾ ആയിട്ടുള്ള അലങ്കാരാണ് വന്നിരിക്കുന്നത്. എന്നാലും നമ്മുടെ റാങ്കിക്കുവയ്ക്ക് ഈ അലങ്കാരമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. തന്റെ സമ്പത്ത് യൂസ് ചെയ്തിട്ട് ആ അലങ്കാരന്റെ ഓരോ അറ്റാക്കും നമ്മുടെ റാങ്കിക്ക് തടുക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ആ അലങ്കാരമായിട്ട് നമ്മുടെ റാങ്കിക്ക് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അലങ്കാരുടെ എയിം എന്ന് പറയുന്നത് മറ്റേ ആ കുട്ടിയുണ്ടല്ലോ നമ്മുടെ സെത്തോനെ, അവനെ കിഡ്നാപ്പ് ചെയ്യണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഒരുപാടധികം ഹോളോസിനെ ആ കുട്ടിയുടെ നേരെ വിടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ റാങ്കിക്കുവിനെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവർ ഒരുപാടധികം ലേറ്റായി. ആ കുട്ടി ഇപ്പൊ കിഡ്നാപ്പ് ആവടാന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ മാസായിട്ട് അങ്ങോട്ട് വരുന്നു. ആ കുട്ടീനെ ആക്രമിക്കാൻ പോയ ഹോളോനെ മൊത്തത്തിൽ തന്നെ ഡിസ്ട്രോയ് ചെയ്യുന്ന സമയത്ത് ആ ഹോളോയ്ക്ക് ഒരുപാടധികം ദേഷ്യം വരുന്നു. കാരണം ഒരു ക്യാപ്റ്റൻ ലെവൽ സോൾ റിപ്പർ അവനെ ആക്രമിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഇത് അവന്റെ പ്ലാനിൽ ഇല്ല. ഹോളോ ആണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോനോട് പറയുന്നു, ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് തടഞ്ഞു കാണിക്കടാ, ആ കുട്ടീനെ മുഴുവനായിട്ട് തന്നെ ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു. സെത്തോണെങ്കിൽ ആ അലങ്കാരമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ തോഷിറോനെ തടുത്ത് നിർത്തുകയാണ്. വിചാരിച്ചിരിക്കുന്നത് അവന്റെ സിസ്റ്റർ ആണ് അലങ്കാരെന്ന്. എന്നാൽ നമ്മുടെ റാങ്കിക്കുവാണെങ്കിൽ ക്യാപ്റ്റൻ തോഷിറോയുടെ അടുത്ത് നിന്ന് ആ കുട്ടീനെ മാറ്റുകയാണ്. ചാടി വന്ന ഹോളോനെ നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ ചാടി പോയിട്ട് ആക്രമിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ സിറ്റിയിൽ മുഴുവനായിട്ട് തന്നെ ആ ഹോളോന്റെ ഒരുപാട് ക്ലോൺ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ബാക്കിയുള്ള സോൾ റിപ്പേഴ്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് പേടിക്കുന്നുണ്ട്. കാരണം സിറ്റി മുഴുവനും ആ
ഹോളോന്റെ ക്ലോൺസ് ആണ് ഉള്ളത്. അതേ സമയത്ത് തന്നെ വിഷമിച്ചിരിക്കുന്ന നമ്മുടെ സൊട്ടയുടെ അടുത്തോട്ട് നമ്മുടെ റാങ്കിക്ക് ചെന്നിട്ട് അവനോട് പറയുകയാണ്, നമ്മുടെ സെറ്റോനോട് നമ്മുടെ റാങ്കിക്ക് പറയുകയാണ്, ഹേ കുട്ടി വിഷമിക്കൊന്നും വേണ്ട, നിന്റെ സിസ്റ്റർ ഒന്നുമല്ല അത്, നിന്റെ സിസ്റ്റർ ഞങ്ങളുടെ മറ്റേ റിച്വൽ കാരണം ഇപ്പോൾ ആഫ്റ്റർ ലൈഫിൽ പോയിട്ടുണ്ടായിരിക്കും, ഇത് ആ ഹോളോ മാത്രമാണ്. നീ അതുകൊണ്ട് തന്നെ നിന്റെ സിസ്റ്ററിനെ ഓർത്ത് പേടിക്കൊന്നും വേണ്ട, അവളിപ്പം സുഖമായിട്ട് ആഫ്റ്റർ ലൈഫ് എൻജോയ് ചെയ്യുകയായിരിക്കും. പിന്നീട് കാണിക്കുന്നത് കാർക്കുറ ടൗണിലുള്ള നമ്മുടെ ഉരഹര ഷോപ്പാണ്. സോ അവിടെയും ആ ഹോളോ ക്ലോൺസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിനെ കണ്ടുടനെ തന്നെ നമ്മുടെ റെഞ്ചിയാണ് ഫോം എടുത്തിട്ട് ആ അലങ്കാരമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ തന്റെ ബൻകായ് ഫോം റിലീസ് ചെയ്യുകയാണ്. തന്റെ ബൻകായ് ഫോം റിലീസ് ചെയ്തതുകൊണ്ട് തന്നെ അവൻ്റെയൊക്കെ റിയൽ ബോഡി നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോയ്ക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരു റിവർ സൈഡിലാണെന്ന് മനസ്സിലാക്കി നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ അങ്ങോട്ട് പോകുകയാണ്. അങ്ങനെ അലങ്കാരം ശരിക്കുള്ള ബോഡിയുള്ള സ്ഥലത്തിലേക്ക് നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ സെൻസ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ അലങ്കാരത്തെ നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ കണ്ടുപിടിക്കുകയാണ്. സോ കണ്ടുപിടിച്ച ഉടനെ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോ തന്റെ സ്പിരിച്വൽ എനർജി യൂസ് ചെയ്തിട്ട് ആ അലങ്കാരനെ ആക്രമിക്കുകയാണ്. അലങ്കാരന്റെ റിയൽ ഫോം നമ്മുടെ ക്യാപ്റ്റൻ തോഷിറോന്റെ അടുത്ത് എടുക്കുകയാണ്. എന്നാൽ ക്യാപ്റ്റൻ തോഷിറോന്റെ കയ്യിൽ ഇനി ഒരുപാടധികം സ്പിരിച്വൽ എനർജി ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഈ അറ്റാക്കിൽ തന്നെ ആ അലങ്കാരനെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞിട്ട് തന്റെ ഐസ് ടെക്നിക്ക് ആ അലങ്കാരനെ നേരെ വിടുകയാണ്. സോ വിട്ടുടനെ തന്നെ ആ അലങ്കാർ അവിടെ വെച്ച് ഫ്രീസ് ആയിട്ട് പോവുകയാണ്. സോ ഇത് കണ്ട നമ്മുടെ റൂക്കയും അതുപോക്ക് തന്നെ ആ കുട്ടിയും ഉണ്ട്. റാങ്കിക്കുവിന്റെ സമ്പത്തിലോട്ട് ആ കുട്ടീനെ കൊണ്ട് പിടിച്ചിട്ട് നമ്മുടെ റാങ്കിക്കു ആ കുട്ടീനെ എടുത്തുകൊണ്ട് ആ ഹോളോനെ മൊത്തത്തിൽ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ചാടുകയാണ്. സോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ആ ഹോളോനെ രണ്ടായി കീറുകയാണ്. ആ ഹോളോന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന തൻ്റെ സിസ്റ്ററിന്റെ സോൾ ആണെങ്കിൽ ആഫ്റ്റർ ലൈഫായിട്ട് ആകാശത്തിലേക്ക് പൊങ്ങി പോകുന്നത് നമ്മുടെ സാത്തോ കാണുകയാണ്. വിഷമത്താകാൻ വയ്യാതെ അവൻ ചെറുതായിട്ട് കരയുന്നുമുണ്ട്. ഓ നിന്റെ സിസ്റ്റർ ഇപ്പൊ ആഫ്റ്റർ ലൈഫിലേക്ക് പോയിരിക്കുന്നു, എന്ന് വെച്ചാൽ സോൾ സൊസൈറ്റിയിലേക്ക് നിന്നെയും ഞാൻ ആ സ്ഥലത്തിലേക്ക് വിടാം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെയും നമ്മുടെ റാങ്കിക്കുവാണെങ്കിൽ സോൾ സൊസൈറ്റിയിലേക്ക് അയക്കുകയാണ്. ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിന്റെ സീസൺ 6ന്റെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് 128, 129, 130, 131 എന്ന് വെച്ചാൽ 128 മുതൽ 139ാമത്തെ എപ്പിസോഡ് വരെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഗൈസ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ പറയാമല്ലോ, ഇതൊക്കെ ഫില്ലർ എപ്പിസോഡ്സ് ആണ്. പക്ഷേ എനിക്ക് തോന്നി ഇതൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. പക്ഷെ ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് റിസർച്ച് ഒക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാലും നിങ്ങൾ കണ്ടോട്ടെന്ന് പറഞ്ഞ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. 4 എപ്പിസോഡ്സ് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും എൻ്റെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് തരിക. നിങ്ങൾ 100 ലൈക്സ് എന്തുവാണെങ്കിലും കംപ്ലീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം അത്രയ്ക്കധികം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അത് മാത്രമല്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ റോഡ് ടു 10K സബ്സ്ക്രൈബേഴ്സ് ആണ്. ഈ എപ്പിസോഡിലൊന്നും നിങ്ങൾക്ക് വലിയ സംശയങ്ങളൊന്നും വരാൻ വേണ്ടി കാരണമില്ല. കാരണം ഫില്ലർ എപ്പിസോഡ്സ് ആണ്. ഇതിൻ്റെ അകത്ത് സംശയങ്ങൾ വന്നാലും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. പിന്നീട് നിങ്ങൾക്ക് വേറെ കുറേ എപ്പിസോഡ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സോ അതിൻ്റെ അതിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാതെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. സോ അതൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനമായിട്ടോ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ വേറെ ഒന്നും പറയാനില്ലല്ലോ. അപ്പം അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.